മീനം രാശിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഒരു 60% നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജീവിത രീതികളും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒരു 40% പേർക്കൊക്കെയും സ്വന്തം ജാതകത്തിൻ്റെതായ ബലം അനുസരിച്ച് തന്നെയായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാവുക. അതുതന്നെയാണ് 40% എന്ന് പറയുന്നത്. അവർക്ക് ജാതകവശാലും പാരമ്പര്യപരമായിട്ടും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അവരുടെ ജീവിതത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യവും ഉണ്ട്. അത് 12 രാശികളിലുള്ള 27 നക്ഷത്രങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഒരു 60% പേർ മാത്രമാണ് എല്ലായ്പ്പോഴും ഒരു പ്രശ്നങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരികയും അതിൻ്റെതായ രീതിയിൽ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നതും എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് മീനം രാശിക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇത് നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഇത്രയും കാലം എല്ലാം ഉണ്ടായിട്ടും ഒരു ഒറ്റപ്പെട്ട രീതിയിൽ ജീവിക്കേണ്ടി വന്ന നിങ്ങൾക്ക് ഇനി ഈ 2025 ഈ ജൂലൈ മാസം ഒക്കെ നിങ്ങൾക്ക് നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. കാരണം ഒരു സന്തോഷം തരുന്ന രീതിയിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുകയും അത് നല്ല രീതിയിലുള്ള മുന്നേറ്റത്തിന് പ്രദാനം ചെയ്യുകയും ചെയ്യും. ജൂലൈയിൽ തന്നെ വരണമെന്നൊന്നുമില്ല. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അങ്ങനെ അനുകൂലമായ ചില കാര്യങ്ങൾ വരും എന്ന് തന്നെയാണ് പറയുന്നത്. ഓരോ ദിവസവും നല്ല കാര്യം നടക്കുമെന്ന് ചിന്തിക്കും. പക്ഷേ ഓരോ ദിവസങ്ങളിലും പുതിയ പുതിയ പ്രശ്നങ്ങളായിരിക്കും വരിക. ഉദാഹരണത്തിന്, ഒരു പട്ടി ഒരു ദിവസം കടിച്ചു വന്നിരിക്കട്ടെ. ബാക്കി എവിടെ ഒരു പട്ടിയെ കണ്ടാലും അത് കടിക്കുമോ എന്നുള്ള ഒരു ഉൾഭയം ഇവർക്കുണ്ടാവും. അതുതന്നെയാണ് മീനൻ രാശിക്കാർക്കും. ആർക്കൊക്കെ ഒരു നന്മകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവരൊക്കെ തിരിച്ച് കടിച്ചിട്ടുള്ള സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ നല്ലത് ഏത് മോശം ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഉൾഭയത്തോടു കൂടിയായിരിക്കും പിന്നീടുള്ള ഒരു ഇടപെടലുകളൊക്കെയും മറ്റുള്ളവരോട് ഉണ്ടാവുക. വിവാഹ ജീവിതത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ മീനൻ രാശിക്കാർക്ക് ഒരു ഭയപ്പാട് തന്നെയായിരിക്കും. കാരണം അധികമായ സ്നേഹം, അളവിൽ കവിഞ്ഞിട്ടുള്ള സ്നേഹമൊക്കെ നൽകിയിട്ട് കിട്ടുന്നതൊക്കെ തന്നെ അപമാനങ്ങളും അപവാദങ്ങളും നല്ല മോശം പേരുകളും തന്നെയാണ്. സ്നേഹം കിട്ടുമെന്ന് കരുതിയിട്ട് പലയിടങ്ങളിലും ചെന്നിറങ്ങും. പക്ഷേ പറ്റിക്കപ്പെടും. സ്നേഹം കൊടുത്തു വാങ്ങാമെന്ന് വിചാരിച്ചാലോ അവിടെയും പറ്റിക്കപ്പെടും. അതുകൊണ്ട് തന്നെ സ്നേഹത്തിന്റെ പേരിൽ ഇവരെ പറ്റിക്കുക വളരെയധികം എളുപ്പമാണ്. കാരണം അവിടെയൊക്കെ ഇവർക്ക് വലിയ തോതിലുള്ള പരാജയം തന്നെയാണ് സൃഷ്ടിക്കുക. അത് എവിടെയുമാകട്ടെ, ഭാര്യ സംബന്ധപ്പെട്ട ഇടത്തിലാണെങ്കിലും ശരി, കുടുംബപരമായ രീതിയിലാണെങ്കിലും ശരി, സുഹൃത്തുക്കളായിട്ടാലും ശരി, അതുപോലെ തന്നെ സഹോദരന്മാരുടെ ഭർത്താക്കന്മാരോ ഭാര്യമാരുമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ചാലും ഇടപെട്ടാലും ഇവിടെയൊക്കെ ഇവർക്ക് ചതി പറ്റുമെന്നുള്ളത് വാസ്തവമാണ്. ഇത് എൻ്റെ കുടുംബമാണ്, എൻ്റെ സഹോദരങ്ങളാണ്, എൻ്റെ ബന്ധുക്കളാണ് എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ നല്ല രീതിയിലൊക്കെ ഇടപെടും. അത് കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് മനസ്സിലാകുക, ഞാൻ സ്നേഹിച്ചവരൊക്കെ തന്നെ എനിക്ക് അവകാശപ്പെട്ട ആൾക്കാരല്ലായിരുന്നു. അവർക്കുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു എന്നെ സംരക്ഷിച്ചതും ഇതുവരെ സ്നേഹിച്ചതുമെന്ന ഒരു തിരിച്ചറിവ് ഇവർക്ക് വരുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള ഒരു എടുത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിഷമതകൾ ഇവരുടെ ഉള്ളിലേക്ക് വന്നു ചേരും. എൻ്റേത് എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചൊക്കെ ഇരുന്ന കാര്യങ്ങൾ ഇതൊന്നും എൻ്റേതല്ല എന്ന് ഒരു തിരിച്ചറിയപ്പെടലായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. വളരെയേറെ ദുഃഖത്തോടുകൂടി തന്നെ അത് അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം ഇവർക്ക് വന്നു ചേരും. മറ്റൊന്ന് ദ്രോഹമാണ്. അതായത് നമ്മളെ ഒരാൾ വിശ്വസിച്ച് പറ്റിച്ചാലും നമുക്ക് അത് വിഷയമല്ല. പക്ഷേ നമ്മളിൽ നിന്നും നേട്ടങ്ങളൊക്കെ നേടിയിട്ട് നമ്മുടെ മുതുകിൽ തന്നെ കുത്തിയിട്ട് പോകുന്ന ഒരു സ്വഭാവം ഇവരിൽ നിന്നും നേട്ടങ്ങളൊക്കെ നേടുന്നവർക്കുണ്ട്. ഒന്നുകിൽ വാങ്ങിയിട്ട് പോവുക, ശല്യമില്ല ഒഴിഞ്ഞു. പക്ഷേ അതൊക്കെ വാങ്ങി തിന്നിട്ട് നമ്മുടെ മുതുകിൽ തന്നെ കുത്തി നമ്മളെ നോവിച്ച് ദ്രോഹിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുന്ന ഒരു പ്രവണത ഇവരിൽ പലർക്കുമുണ്ട്. അതായത് ഇവർക്ക് അങ്ങനെ ഉണ്ടാകുമെന്നാണ് മറ്റുള്ളവർ ഇവർക്ക് മേൽ അങ്ങനെ ഒരു പ്രഹരം കൂടി അടിച്ച് ഏൽപ്പിക്കും. ഇവർക്ക് ആരൊക്കെയാണ് നന്മ ചെയ്യുന്നത്, ആരൊക്കെയാണ് തിന്മ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ ഇവരുടേതായ അച്ഛൻ, അമ്മ എന്നീ ഘടകങ്ങൾ എടുത്താൽ പോലും അവരും ഇവർക്ക് അനുകൂലമല്ല. സഹോദരങ്ങളെക്കുറിച്ച് നോക്കിയാലോ അവരും ഇവർക്ക് അനുകൂലമായി വരില്ല. വിവാഹബന്ധം വരെ സഹോദരി സഹോദരൻ എന്ന ഒരു ബന്ധമൊക്കെ വന്നാലും വിവാഹത്തിന് ശേഷം മാറ്റി ചിന്തിക്കുന്ന സഹോദരി സഹോദരന്മാരായിരിക്കും മീനം രാശിക്കാർക്ക് ഉണ്ടാവുക. മീനം രാശിയിൽ പിറന്നവരുടേതായ മക്കളെങ്കിലും അനുകൂലമായിട്ട് നിൽക്കുമോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. കാരണം ഒരു പരിധി കഴിയുമ്പോൾ അവരും ഇവരെ തള്ളി പറയുകയോ അല്ലെങ്കിൽ അവരെ വിട്ട് വിലകി മറ്റൊരു വീട്ടിൽ പോയി താമസിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം. കാരണം ഈ മകൻ അല്ലെങ്കിൽ ഈ മകൾ അവൾ ശരിയല്ല, അവൻ ശരിയല്ല,
അവളുടെ ഒപ്പം പോയി നിൽക്കാം, അതാണ് ശരി. നിന്റെ ഒപ്പം നിൽക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് എന്ന ഒരു ചിന്താഗതി ഇവർക്ക് മറ്റുള്ളവർ നൽകിക്കൊണ്ടിരിക്കും. സ്വന്തം ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ശരി, അവർ ഇവരുടേതായ ഒരു രീതിക്ക് ഒരു അനുകൂല മനോഭാവത്തിൽ നിൽക്കില്ല എന്നുള്ളതാണ് സത്യം. എതിർത്തുകൊണ്ടേ ഇരിക്കും. ഒന്ന് പറഞ്ഞാൽ രണ്ട്, രണ്ട് പറഞ്ഞാൽ നാല് എന്ന രീതിയിൽ തർക്ക മനോഭാവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പരമാവധി തൊഴിലിടങ്ങളിൽ പോയായിരുന്നാൽ തന്നെയും ഇവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടായിരിക്കും ചിന്താഗതികളൊക്കെ വർക്കൗട്ട് ആവുക. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അപ്പോൾ തൊഴിലിടങ്ങളിൽ പോലും മാനം മര്യാദയായിട്ട് നല്ല രീതിക്ക് സന്തോഷമായിട്ട് ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ ഒരു ATM മിഷനാണ് ഇവർ. ഈ മീനം രാശിക്കാർ ഒരു ATM മിഷൻ, നിറയെ കാശുകളൊക്കെയുള്ള ഒരു മിഷൻ. മറ്റുള്ളവരൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ATM കാർഡ് പോലെ കൈകൾ അങ്ങനെ നീട്ടി പണം വാങ്ങുക പോകുക, വാങ്ങുക പോകുക. അപ്പോൾ മിഷൻ കാലിയായി പോയി കഴിഞ്ഞാൽ ആ മിഷനെ പിന്നെ അവിടെ വേണ്ടയും താനും. കാരണം അവർക്കും ആഗ്രഹങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്, അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് എന്ന് ഈ കൈനീട്ടി കാർഡിട്ട് പണം എടുത്തുകൊണ്ട് പോകുന്നവർക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ടാണോ അതോ ബോധപൂർവമാണോ എന്നുള്ളതും അറിയാത്ത ഒരു കാര്യമാണ്. ഒരു 60% പേരും ഈ മീനം രാശിയിലെ സ്ത്രീയാണെങ്കിലും ശരി, പുരുഷൻ ഒരു വിധത്തിലെങ്കിലും പുറമേ പോയി എങ്ങനെയെങ്കിലും ഇരിക്കുമെന്ന് അറിയാം. സ്ത്രീകളെ കാര്യമാണെങ്കിൽ അങ്ങനെയല്ല. വീട്ടിനുള്ളിൽ തന്നെ ഇരുന്ന് കരഞ്ഞ് 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 പല കാര്യങ്ങളും തീർക്കേണ്ടതായിട്ടുണ്ട്. ആരോട് പറയും? സ്വന്തമായിട്ട് വാ തുറന്ന് പറയുക, സ്വന്തം കാതുകൾ കേൾക്കുക, സ്വന്തം കണ്ണുകൾ കരയുക, സ്വന്തം കൈകൾ അത് തുടയ്ക്കുക, വീണ്ടും ഇറങ്ങി വരിക. കുളിക്കാൻ പോയാലും കരയും. എന്നിട്ട് തുടച്ചിട്ട് ഒന്നും അറിയാത്ത രീതിക്ക് മുഖം കഴുകിയിട്ട് കയറി വരും. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ് വാസ്തവമായ ഒരു കാര്യം. എന്നാൽ എന്തിനാണ് എന്നാരും ചോദിക്കാറുണ്ടോ? അതൊന്നുമില്ല, അത് ചോദിക്കില്ല. മിഷനിൽ പണമുണ്ടെങ്കിൽ ചോദിക്കും. ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാൽ അമ്മ പറയും അവൻ്റെ കയ്യിൽ കാശുണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ അവളുടെ കയ്യിൽ കാശുണ്ട് ചോദിക്കാം. ചോദിച്ചാലുടൻ കൊടുക്കുകയും ചെയ്യും. എന്തിനാണ്? അത് അവൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവന് വേണ്ടിയിട്ട്. ശരി, നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ, കൊടുക്കുകയും ചെയ്യും ഇവർ പ്രേമബന്ധങ്ങളിൽ ചെന്ന് ചാടിയാൽ അവിടെ തോറ്റുപോവുകയുള്ളൂ. ശരിയായ രീതിയിൽ ഇവർ പ്രേമബന്ധങ്ങൾ ശരിയായ സമയങ്ങളിൽ തുറന്നു പറയുകയുമില്ല. അതായത് മനസ്സിനുള്ളിൽ വച്ച് സൂക്ഷിച്ച് അങ്ങനെ ഒരു അടപ്പ് ഉള്ള ഒരു പെട്ടിക്കകത്ത് അടച്ചു വെച്ച് നമുക്കിരിക്കും. അതുകൊണ്ട് തന്നെ പ്രേമബന്ധത്തിന് പോയാൽ തന്നെ ചിരിച്ചുകൂടി അടുത്ത് നിന്നാലും ഇവർ പറയേണ്ടത് പറയില്ല. എന്തെങ്കിലും സംഭവിച്ചു പോയാലോ പ്രശ്നം വന്നാലോ എന്നൊരു ചിന്താഗതിയും ഇവർക്ക് ഉണ്ടാകും. പിന്നെ ചിന്തിച്ചു നോക്കുമ്പോൾ ഇവർ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ തന്നെ ഇവരുടെ ജീവിതത്തിൻ്റെതായ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു പോവുകയും ചെയ്യും. ഒരു 4 പേരെങ്കിലും ഇവർ ഒരേ ടൈമിൽ പ്രേമിക്കും. പക്ഷേ ആ 4ഉം ഒരേ സമയം തന്നെ നശിച്ചു പോവുകയും ചെയ്യും. കാരണം എന്തെങ്കിലും തുറന്ന് പറഞ്ഞാലല്ലേ കാര്യങ്ങളൊക്കെ നേടി കൊണ്ടുപോകാനായിട്ട്. അത് ചെയ്യില്ല. 4 പേരെയും സന്തോഷത്തോടുകൂടി ആഘോഷിച്ച് കൂടെ നിർത്തി അങ്ങനെ കൊണ്ടുപോകാനായിട്ട് തിന്നുന്നവർ കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് ഇവർക്ക് ഉപയോഗമില്ലാതെ പോകുന്ന ഒരു സാഹചര്യമായിരിക്കും വരിക. അവിടെ ഒന്നും തന്നെ ഇവർക്ക് പരിപൂർണമായ വിജയമൊന്നും തന്നെയല്ല. ഇതിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും. മീനം രാശിയിൽ പിറന്ന ചിലരെങ്കിലും തന്നെ ഒരു വിവാഹം കഴിക്കും, അത് ഫെയിലിയറായി പോകും. രണ്ടാമത് മറ്റൊരു വിവാഹം കഴിക്കും, അതും ഫെയിലിയറായി പോകും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ദയവായി നിങ്ങൾ തുലാം രാശിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെയോ ആൺകുട്ടിയെയോ വിവാഹം കഴിക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, ചിങ്ങം രാശിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെയോ ആൺകുട്ടിയെയോ നിങ്ങൾ ഇതുപോലെ മീനം രാശിക്കാർ വിവാഹം കഴിക്കാതെ ഇരിക്കുക. കാരണം ഇങ്ങനെ രണ്ടിടങ്ങളിൽ നിന്നും വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടാൽ തമ്മിൽ തല്ലി പിരിയുകയും അത് അനുകൂലമല്ലാതെ വരുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇതിൽ പിറന്ന നക്ഷത്രക്കാരുടേതായ ഒരു സ്വഭാവ സവിശേഷതയ്ക്ക് ഓപ്പോസിറ്റ് സൈഡ് നൽകുന്നത് വലിയ വില കൊടുക്കേണ്ട ചില കാരണങ്ങളായിരിക്കും നൽകുക. അപ്പോൾ തോറ്റുപോകുന്ന സാഹചര്യം, അല്ലെങ്കിൽ തോറ്റു കൊടുക്കുന്ന ഒരു സാഹചര്യം, പോണെങ്കിൽ പോട്ടെ, ഇനി ഇതല്ലെങ്കിൽ മറ്റൊന്നെന്ന രീതിക്ക് ചിന്താഗതി നിങ്ങളിലേക്ക് പ്രാപ്തമാവുകയും ചെയ്യും. കാരണം വലിയ വിധം പ്രശ്നങ്ങളെടുത്ത് തലയിൽ വയ്ക്കുന്നതിനെക്കാട്ടി നല്ലത് ഒഴിഞ്ഞു പോകുന്നതല്ലേ എന്നും ചിന്തിക്കും. അങ്ങനെയെങ്കിലും ഒരു സ്വൈരം കിട്ടട്ടെ. എന്നാൽ കിട്ടുമോ സ്വൈരം? പ്രേമിച്ച് വിവാഹം ചെയ്ത മീനൻ രാശിക്കാരാണെങ്കിലോ എല്ലാ ഇടങ്ങളിലും ഒരു സാക്രിഫൈസ് അത് നിങ്ങൾ നൽകിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ എപ്പോഴാണ് ഒരു അനുകൂല ഫലം ഉണ്ടാവുക? ഒരിക്കലുമില്ല. കാരണം വിട്ടുവീഴ്ച. പിന്നെ എവിടെയാണ് ഒരു പിടിച്ച് നിൽക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായി കിട്ടുക? ഒരിക്കലുമില്ല. അപ്പോൾ വിട്ടുവീഴ്ച മനോഭാവം കൊണ്ട് തന്നെ ഒരു നല്ല ജീവിതവും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. പ്രേമിച്ച് നടന്ന കാലത്തിലുള്ള ജീവിതമല്ല, വിവാഹം തുടങ്ങിക്കഴിഞ്ഞാലുള്ള വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുക. അന്ന് അങ്ങനെയല്ലായിരുന്നല്ലോ, ഇന്നിങ്ങനെയല്ലേ? പറ്റില്ല, എനിക്ക് ഇതേ പറ്റൂ,
അപ്പോൾ ശരി, അത് വിട്ടുകളയാൻ മനസ്സില്ല, അതുകൊണ്ട് അനുകൂലിച്ച് നിൽക്കാൻ ശ്രമിക്കും. പക്ഷേ പരമാവധി വിട്ടെറിഞ്ഞിട്ട് പോകുവാനായിരിക്കും ഓപ്പോസിറ്റ് ശ്രമിക്കുക. അതായത് വിവാഹത്തിനൊക്കെ മുന്നേ നല്ല ഉയരങ്ങളായ ടോപ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ഈ നാറാണത്ത് പാറ ഉരുട്ടുന്നത് പോലെയാണ്, നല്ല മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് ഒറ്റ ചവിട്ടാണ്. നേരെ വീഴുന്നത് എവിടെയാണോ എവിടെയൊക്കെയാണോ പോകുന്നതെന്ന് പോലും ഈ മീനൻ രാശിക്കാർക്ക് അറിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇവരുടെ ഓപ്പോസിറ്റിൽ ആരുമായിക്കട്ടെ, വെളിയെ കാണുമ്പോൾ വളരെയധികം സൗന്ദര്യവും പ്രസൻസും ഒക്കെ ആയിരിക്കും. അതായത് മറ്റൊരാൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല ഈ നിൽക്കുന്ന വ്യക്തി ഇദ്ദേഹത്തിന് ടോർച്ചറിങ്, അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആൺകുട്ടിക്ക് ടോർച്ചർ നൽകുന്നു എന്നുള്ള കാര്യം പുറമേ നിൽക്കുന്നവർക്ക് അറിയില്ല. കാരണം ഇവർ നൽകുന്ന ടോർച്ചറിങ് മുഴുവൻ ഇവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഇവരുടേതായ ഈ പ്രസന്റിങ് കാരണം അവർക്ക് യാഥാർത്ഥ്യം എന്തെന്ന് പറയുവാനും പോലും പറ്റാത്ത ഒരു സാഹചര്യം, അല്ലെങ്കിൽ പറഞ്ഞാലും മറ്റുള്ളവർ വിശ്വസിക്കാത്ത ഒരു സാഹചര്യം. നീയാണ് എല്ലാത്തിനും കാരണമെന്ന് പറയുന്ന ഒരു സാഹചര്യം. ഓപ്പോസിറ്റ് ആയിരിക്കും ഇവർക്ക് കുത്ത് കൊടുക്കുക, പക്ഷേ പറഞ്ഞാൽ മറ്റുള്ളവർ അത് അംഗീകരിക്കുകയുമില്ല. അതായത് സ്നേഹം നൽകുന്നു, തൻ്റെ അനുഭവങ്ങളിലൂടെ ഉണ്ടാക്കിയ ധനം നൽകുന്നു, സർവ്വകാര്യങ്ങൾ നൽകുന്നു, തന്നെ അർപ്പഴിച്ച് മുന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. അതായത് തന്നെ അർപ്പണം ചെയ്യുകയാണ്. അതായത് ഞാൻ നിനക്കുള്ളത് തന്നെയാണ് എന്ന് അർപ്പണം ചെയ്യുന്ന ഒരു സാഹചര്യം. ഇത്രയും കൊടുത്തിട്ടും ആ നാറാണത്ത് നമുക്ക് കാട്ടിത്തന്ന വഴിയാണല്ലോ ഇവർക്കുണ്ടാകുന്നതെന്നുള്ളതാണ് ഒരു സങ്കടകരമായ കാര്യം. മറ്റൊരു രാശിക്കാരുമായിട്ട് ഇവർ ഒരു കമ്മിറ്റ്മെന്റിൽ ഏർപ്പെട്ടാൽ അവിടെയൊക്കെ തന്നെ ഇവർക്ക് നല്ല രീതിയിൽ പിഴവുകളുണ്ടാകും. കാരണം ഇവർ മറ്റുള്ളവർക്ക് കൊടുത്ത വാക്കുകളൊക്കെ പാലിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ പല കാര്യങ്ങളും കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കും. ഒടുവിൽ ഈ കരയിൽ പിടിച്ചിട്ട മീന് പോലെ പിടയ്ക്കുന്ന ഒരു സാഹചര്യം. അപ്പോഴും പുറമെ നിൽക്കുന്നവർ കണ്ടിച്ചിരിക്കും, അവനല്ലേ അല്ലെങ്കിൽ അവളല്ലേ, അതൊക്കെ എഴുന്നേറ്റ് പോയിക്കോളും, ചാടി, നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട, അതിനൊക്കെയുള്ള കഴിവൊക്കെ ഉണ്ട്. ഇതിൽ മറ്റൊരു വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇവരിൽ ആരും തന്നെ മോശപ്പെട്ട ഒരു തീരുമാനങ്ങളൊന്നും എടുക്കില്ല. അതായത് അപകടകരമായ രീതിയിലുള്ള മറ്റുള്ളവർ ചിന്തിക്കുന്ന ഈ അപകടം എന്തിനാണ് ഇങ്ങനെ എന്നൊന്നും ചിന്തിക്കാറില്ല. അവർ പിന്നെയും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ്. കാരണം വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഉള്ളിലൊതുക്കി അവർക്ക് മുന്നിൽ സഞ്ചരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഈ മീനം രാശിയുടെ ഒരു പ്രത്യേകത. കാരണം കാലചക്ര രാശിയുടെ 12ാം രാശിയാണല്ലോ. അതായത് മറയ്ക്കപ്പെടുക, എല്ലാം മറച്ചും വച്ച് എല്ലാം സഹിച്ച് പുറത്ത് മുന്നിലേക്ക് പോകുന്ന ഒരു രാശി ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ചിന്താഗതി ഇവർക്ക് വരിക. എന്തിനാണ് മറ്റുള്ളവരെ അറിയിച്ച് നമ്മൾ മാനം കെടുന്നതെന്നാണ്. അതായത് ഒരു മെന്റലി ടോർച്ചറിങ് നൽകി അവരെ ഒന്നിനും കൊള്ളാത്ത രീതിയിലാക്കി മാറ്റും. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 60% പേർക്കൊക്കെ നല്ല രീതിയിലുള്ള കടബാധ്യതകളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ വീട് വയ്ക്കുന്നതിൻ്റെ കാര്യത്തിലാവാം, വിവാഹം കഴിച്ചു കൊടുക്കുന്നതിൻ്റെ കാര്യത്തിലാവാം, മറ്റു പല രീതിയിലും ഇവരെ നല്ല രീതിയിൽ ഊറ്റിയെടുത്ത് ഇവരെ കടബാധ്യതകൾ കൊണ്ടു നിർത്തി ഇവർക്ക് ഒരു കാര്യങ്ങളും നടത്താൻ പറ്റാത്ത രീതിയിൽ കൊണ്ടു ചെന്നെത്തിക്കുന്ന ഒരു സാഹചര്യം. പലർക്കും തന്നെ വെച്ച വീട് പോലും വിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു നിൽക്കുന്ന ഒരു ഘടകങ്ങളൊക്കെ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എത്രത്തോളം അധ്വാനിച്ചാലും അതിനൊരു ഫലം ലഭിക്കാത്ത ഒരു സാഹചര്യവും ഇവർക്ക് വന്നു ചേരും. ഇവരുടെ ശാരീരികമായ ഒരു രീതിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് അധ്വാനിക്കും. ഉറക്കമിളച്ചൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ധാരാളം ഉണ്ടാവും. കാരണം ഇവർക്ക് പകൽ സമയത്തെ ജോലിയേക്കാളും ഇവർക്ക് നൈറ്റ് ഷിഫ്റ്റുകളിലുള്ള ഡ്യൂട്ടികളായിരിക്കും. ചിലർക്ക് IT ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടാവും, എയർപോർട്ട് പോലുള്ള ഇടങ്ങളിലൊക്കെ ഡ്യൂട്ടി ഫ്രീ ഷോപ്സിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടാവാം. അങ്ങനെ പല ഇടങ്ങളിലുമൊക്കെ ഇവർക്ക് നൈറ്റ് ഷിഫ്റ്റിലൊക്കെ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി സർവീസിലൊക്കെ ഉള്ളവരുണ്ടാവാം. അപ്പോൾ പല ഇടങ്ങളിലാണെങ്കിൽ ഇവർ നൈറ്റ് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇവരുടെ ശാരീരികമായ ഒരു രീതിയൊക്കെ നോക്കിയാൽ വളരെയധികം ക്ഷീണിതമായ ഒരു അവസ്ഥയായിരിക്കും. പ്രത്യേകിച്ചും ഒരു 60% പേർക്ക് നട്ടല് സംബന്ധപ്പെട്ട വേദനകൾ ധാരാളം ഉണ്ടായിരിക്കുമെന്നുള്ളത് തന്നെയാണ് ഈ മീനം രാശിയിൽപ്പെട്ടവർക്ക്. അതായത് ഇപ്പോൾ ഒരു കണക്ക് നോക്കിയാൽ ഒരു 25 വയസ്സിന് പ്രായത്തിനും ഒരു 40 വയസ്സിനും ഇടയ്ക്കുള്ളവരുടേതായ ഒരു ലെവൽ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പരമാവധി മാക്സിമം നട്ടല് വേദന ഉണ്ടാകുമെന്നുള്ളത് സംശയമൊന്നുമില്ല. അതിൽ ചിലർക്ക് തന്നെ നല്ല രീതിയിൽ ആയുർവേദ ചികിത്സകളും ഒക്കെ ചെയ്ത് അങ്ങനെ കുറേ പണമൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യം. അപ്പോഴും ആരും ഉണ്ടാവില്ല ഇവർക്കൊപ്പം. ഇത്രയും ക്ലേശങ്ങളും ദുഃഖങ്ങളും ഒക്കെ സഹിച്ചിട്ടും ഇവർക്ക് ലഭിക്കുന്ന പേര് വളരെയധികം മോശമായ പേരുകളാണ്. കാരണം അവനെ കൊണ്ടൊരു ഉപയോഗമില്ല, അല്ലെങ്കിൽ അവളെ കൊണ്ടൊരു ഉപയോഗമില്ല, വെറും വേസ്റ്റാണ്. കാരണം എല്ലാം ഊറ്റി തിന്നിട്ടാണ് ഈ പറയുന്നത്. ഇത് തിന്നവരാണ് പറയുന്നത്, തിന്നാത്തവർ പറഞ്ഞെങ്കിലും കുഴപ്പമില്ല, ഇത് വാങ്ങി തിന്ന ആൾക്കാരാണ് പറയുന്നത്. എന്നാൽ അയൽവക്കത്തുള്ളവർ പറയും, എന്തിനാണടാ ഇങ്ങനെ ജീവിക്കുന്നത്, അല്ല എന്തിനാണ് കുട്ടി ഇങ്ങനെ പോകുന്നത്, നിനക്ക് നിന്റെ കാര്യങ്ങൾ നോക്കി പോയിക്കൂടെ മര്യാദയ്ക്ക് എന്ന് പുറമേ ഉള്ളവർ അറിയുന്നവർ പറയും. ഇവരിൽ പലരും തന്നെ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ആരെങ്കിലും ഒരാൾ തൻ്റെ ദുഃഖത്തെ കേൾക്കാനുണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ
മനസ്സ് തുറന്ന് ഒന്ന് കരയാമായിരുന്നു എന്ന് ഇവർക്ക് പലർക്കും തോന്നാണ്. പക്ഷേ ആരാണ് ഇവർക്കൊരു തോൾ ചായുവാനായിട്ട് നൽകുക? ആരും നൽകില്ല. കാരണം അങ്ങനെ ഒരാളെ കിട്ടിയാൽ അവർക്ക് അതിൻ്റെതായ രീതിയിൽ അവർ നല്ല രീതിയിൽ സങ്കടത്തെ പുറത്ത് കാട്ടുമെന്നുള്ളതാണ്. ഈശ്വരന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് കരയും. അപ്പോഴും മറ്റാരെങ്കിലും കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അതും മറയ്ക്കപ്പെടുമെന്നാണ്. 12ാം ഭാവം മറയ്ക്കപ്പെടുമല്ലോ, എന്തും മറയ്ക്കും. പക്ഷേ ഈ മീനൻ രാശിയിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ കൂടെ മറ്റുള്ള ആരെങ്കിലും വിവാഹം കഴിഞ്ഞു പോയ ഇടങ്ങളിലോ അല്ലെങ്കിൽ അല്ലാത്ത ഇടങ്ങളിലോ ഉള്ളവർ ചോദിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എല്ലാം ക്ഷമിക്കുക, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ചോദിക്കില്ലല്ലോ ആരും. കാരണം ഇല്ലാത്തവന്റെ കയ്യിൽ എന്ത് ചോദിക്കാനാണുള്ളത്? ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവനെ അനുകൂലിച്ച് നിർത്തേണ്ട ആവശ്യമുള്ളൂ, അല്ലേ? ഇവിടെ മീനൻ രാശിക്കാരൊക്കെ നിങ്ങളെ തേടി വരുന്നവർക്ക് മാത്രം നിങ്ങൾ ആനുകൂല്യങ്ങൾ നൽകുക. നിങ്ങളായിട്ട് തേടിപ്പോയി ആർക്കും ഒന്നും ചെയ്യേണ്ട. കൈകളും കാലുകളും ഒക്കെ ഈശ്വരൻ എല്ലാവർക്കും തന്നെ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനവൻ അധ്വാനിച്ച് തിന്നട്ടെ എന്ന് കരുതുക. എൻ്റെ നേട്ടങ്ങളൊക്കെയും എൻ്റെ തന്നെയാണ്. ഞാൻ സമ്പാദിച്ചത് എനിക്കുള്ളത് തന്നെയാണ്. ഞാൻ വീട് വയ്ക്കും, കാർ വാങ്ങും, എല്ലാം ചെയ്യും. അതിൽ ആരും വന്ന് ചോദിക്കണ്ട. എനിക്ക് താല്പര്യമില്ല എന്നൊരു തീരുമാനം എടുക്കുക. കാരണം അവനവൻ സമ്പാദിച്ചുണ്ണട്ടെ, അതാരായാലും. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വിജയം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നിങ്ങളെ തേടി വരുന്നവർ, അതായത് നല്ല രീതിയിൽ നല്ല മനസ്സോടുകൂടി വരുന്നവർക്ക് മാത്രം നിങ്ങൾ ചെയ്യുക. അല്ലാതെ അറിഞ്ഞ് ബോധപൂർവം നിങ്ങൾ ആർക്കും ഒന്നും ചെയ്യാനായിട്ട് പോകണ്ട. ഒരുപാട് വിശ്വാസം വച്ചവരൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പണി തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബോധം എപ്പോഴും വേണം. കാരണം നാളെ എൻ്റെ ഒപ്പം കാണുമല്ലോ, എൻ്റെ മക്കൾക്കൊപ്പവും ഇവരൊക്കെയും കാണുമല്ലോ. അപ്പോൾ എനിക്കെന്തെങ്കിലും വന്നാലും നാളെ അവർക്ക് സംരക്ഷകരായിട്ട് അല്ലെങ്കിൽ ഒരു സഹോദര സ്ഥാനത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒക്കെ അവർ ഒപ്പം ഉണ്ടാകുമല്ലോ. പക്ഷേ എപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം മീനൻ രാശിക്കാർക്ക് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. അവർ എല്ലായ്പ്പോഴും ഒറ്റയ്ക്ക് തന്നെ പടവെട്ടിപ്പൊരുതുന്ന ഒരു സാഹചര്യം എല്ലാവർക്കും ഉണ്ടാവും. ഒന്ന് മനസ്സിലാക്കുക. ഒരു 20 വയസ്സിന് മുകളിലോട്ടുള്ളവരൊക്കെ ഈ വീഡിയോ കാണുകയിൽ നാളെയും നിങ്ങൾക്കും ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്ന് മനസ്സിലാക്കുക. എങ്കിൽ ബോധപൂർവം തന്നെ ഈ ഒരു കാലഘട്ടം മുതൽക്ക് നിങ്ങളുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ശേഖരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന സമയങ്ങളിൽ ശേഖരിച്ച് സന്തോഷമായിട്ട് കഴിയുക. നിങ്ങളെ സ്നേഹിച്ചു മാത്രം വരുന്ന ഒരിടത്ത് മാത്രം നിങ്ങൾ കൈ കൊടുക്കുക. ആണായാലും പെണ്ണായാലും നിങ്ങളെ സ്നേഹിക്കുന്നിടത്ത് മാത്രം കൈ കൊടുക്കുക. നിങ്ങൾ പോയി മുന്നിട്ടിറങ്ങി ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ ചെയ്തോളാം എന്നുള്ള വാക്കുകളൊന്നും ആരും കൊടുക്കണ്ട. കാരണം മക്കളെ പെറ്റുവച്ചിട്ടുള്ളവർക്കറിയാം അവരെ കെട്ടിക്കൊടുക്കണമോ വിവാഹം കഴിച്ചു കൊടുക്കണമോ അവർക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണമോ എന്ന് അവർക്കറിയാം. നിങ്ങളായിട്ടൊരു കാര്യത്തിന് മീനൻ രാശിക്കാർ ഇടപെടുകയെ ചെയ്യുവാൻ പാടുള്ളതല്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാതി ലൈഫ് തീർന്നു പോയിരിക്കുന്നുവെന്ന്. ഇനി എപ്പോഴാണ് ഒരു നേട്ടം ഉണ്ടാവുക? കാരണം നേട്ടങ്ങൾ ഉണ്ടായിരുന്ന കാലമാണല്ലോ മറ്റുള്ളവർ തിന്നിട്ട് പോയത്. ഇനി എപ്പോഴാണ് ഒരു നേട്ടം ഉണ്ടാവുക? മഹാവിഷ്ണുവാണേ ആള്. അതായത് അദ്ദേഹം എപ്പോഴും ഇങ്ങനെയാണ്, ഉള്ളതെല്ലാം തുലച്ചു വച്ചിട്ട് മിണ്ടാതെ കുചേലനെ പോലെ നമ്മളെ അലയ വയ്ക്കുന്ന ഒരു സ്വഭാവം വിഷ്ണുവിനുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ല. കുചേലനായിപ്പോയാൽ മഹാവിഷ്ണു നമ്മുടെ ഒപ്പം നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ദൈവങ്ങൾ പോലും നമ്മളെ ചതിക്കുന്ന ഒരു കാലമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ണടച്ച് നമ്മളെ പറ്റിക്കുന്ന ഒരു സാഹചര്യം, എല്ലാം ഉണ്ടടാ നിൻ്റെ ഒപ്പം, എല്ലാം ഉണ്ട് പെണ്ണെ നിൻ്റെ ഒപ്പം എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം നമ്മളിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ വിഷ്ണു പണസഞ്ചിയും കൊണ്ട് ഒരു പോക്കാണ് ലക്ഷ്മി ദേവിയെ വിളിച്ചിട്ട്. പിന്നെ എവിടെ പോയി നമ്മൾ പണമുണ്ടാക്കാനാണ്? ഉള്ളത് മുഴുവൻ കടവും. കടം തീർക്കാനുള്ള വഴിയെങ്കിലും കാട്ടി തന്നിട്ട് പോയാൽ അങ്ങനെയെങ്കിലുമായി. അതും ചെയ്യില്ല. അപ്പോൾ ഉള്ള ജീവിതത്തെ പാഴാക്കാതെ ശ്രദ്ധാപൂർവം മുന്നിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക മീനൻ രാശിക്കാരൊക്കെയും. എന്നാൽ ഒന്നറിഞ്ഞുകൊള്ളുക, ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു കുട്ടിയാവാം, ഒരു ഗുരുവാവാം, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആരെങ്കിലും ആവാം, ഒരു ദൈവമാവാം. ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു സ്വപ്നത്തിലൂടെ ഏതെങ്കിലും ഒരു ആത്മാവോ എന്തെങ്കിലും ആവാം. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ വഴിതിരിച്ചു വിടുവാനായിട്ട് ഒരു ഗുരുവിൻ്റെതായ ആത്മീയ ചിന്തയോടുകൂടി അല്ലെങ്കിൽ ഒരു ഗുരുസ്ഥാനീയമായി ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തി നിങ്ങളുടെ വഴി തിരിച്ചു വിടുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും ആ വഴിയിലൂടെ സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഞാനാണ് എല്ലാം. കാരണം എനിക്ക് ഞാൻ തന്നെയാണുള്ളത്. എൻ്റെ പല്ലും നഖവും ആയുസ്സും ആരോഗ്യവും ഒക്കെ ഇനി എനിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ പ്രയോഗിക്കേണ്ടതും അത് തന്നെയാണ് എൻ്റെ വിജയവുമെന്ന് നിങ്ങൾക്ക് പ്രാപ്തമാക്കുവാൻ ആരെങ്കിലും ഒരാൾ ഗുരുസ്ഥാനീയനായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും. അതൊരു പക്ഷേ എൻ്റെ വാക്കുകളും ആകാമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു കുഞ്ഞുപോലെ കുഞ്ഞാവാം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും ഒരു വലിയ വിജയം നിങ്ങൾക്ക് മുന്നിലേക്ക് കാത്തിരിക്കുന്നു.
പോരുതാനായിട്ട് തയ്യാറായിട്ട് ഇറങ്ങിക്കൊള്ളൂ. ഒറ്റയ്ക്ക് തന്നെയാണ് ഇനിയുള്ള ജീവിതം. പടവെട്ടി ജയിക്കുക. അതിനേക്കാളും മുകളിൽ ചത്തതിനുപമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്നതിനേക്കാളും നല്ലത് മരണം പോലും കണ്ടാൽ ഭയപ്പെട്ട് ഓടണം മീനൻ രാശിക്കാരനെ കണ്ടാൽ. കാരണം വിഷ്ണുവിൻ്റെ കയ്യിലുള്ളത് നല്ല ഒന്നാം തരം ചക്രമാണ്. ആ ചക്രം വീശി എറിഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങളെ ദ്രോഹിച്ചവരൊക്കെ തന്നെ നശിച്ചു പോകുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. ഈ മഹാവിഷ്ണുവിൻ്റെതായ ഒരു പ്രത്യേക ഒരു സ്വഭാവമാണ്. പണമില്ലാത്തവൻ്റെ ഒപ്പം ഞാനിവിടെ ഇരുന്നിട്ട് എൻ്റെ കാശും കൂടെ കൊടുത്തിട്ട് അവന് ഞാൻ കടബാധ്യതക്കാരനാകുന്ന എന്തെന്ന് വരുത്തിയിട്ടാണ് ഉള്ള പണവും കൊണ്ട് അദ്ദേഹം എസ്കേപ്പ് ആവുന്നത്. എന്നാൽ അതേ പണവും കൊണ്ട് അദ്ദേഹം വീണ്ടും തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ പരിശ്രമിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ വിഷ്ണുവിനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നിലേക്ക് പോവുക. അദ്ദേഹം നമ്മളെ നിന്ന് നശിപ്പിച്ച കാര്യങ്ങളൊക്കെയും അദ്ദേഹത്തെ കൊണ്ട് തന്നെ തിരിച്ചു വാങ്ങാനായിട്ടും നിങ്ങൾ പരിശ്രമിക്കുക. നല്ല രീതിയിൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് മുന്നിലേക്ക് പോവുക. സർവ്വ ഐശ്വര്യങ്ങളും മീനൻ രാശിക്കാർക്ക് ഉണ്ടാകട്ടെ.